Namaskaram, Chandralekhiyilekku Swagatham. Always remember, the present situation is not your final destination and the best is yet to come. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ സംഭവിക്കുന്നതൊന്നും ഓർത്ത് ആവലാതിപ്പെടാതെ just relax. The best will come to you very soon. ചന്ദ്രലേഖയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സോൾട്ട് സ്റ്റുഡിയോ എന്നുള്ളൊരു പേര് ചൂസ് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പേര് ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പേരായിരിക്കണം എന്നുള്ളത്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. ഡോക്ടർ, പല സ്ത്രീകളും പറയുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല, അടുക്കളയിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട്, അവിടെ തന്നെ ഓടി നടന്ന് ശരിയായ വ്യായാമം കിട്ടുന്നുണ്ടെന്ന്. അത് എത്രമാത്രം ശരിയാണ്? എൻ്റെ അടുത്ത് പല പേഷ്യൻസും വന്ന് ഇതേ സംഗതി പറയാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നെന്ന്. അവരോട് എനിക്ക് പറയാനുള്ള അവരുടെ വീട്ടുജോലി ഒരു വ്യായാമമായി കരുതരുതെന്നാണ്. അവർ ശരിക്കുള്ള എക്സസൈസിനുള്ള സമയം തന്നെ കണ്ടെത്തണം. ഫാഷൻ ഇൻഡസ്ട്രിയിലെ ടൈറ്റ് കോമ്പറ്റീഷനെ നേരിടാൻ രംഗത്തിറങ്ങിയിരിക്കുന്ന യങ് ഓൺട്രപ്രന്യോർ ദിയയുടെ വിശേഷങ്ങളാണ് ചന്ദ്രലേഖയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോൾട്ട് സ്റ്റുഡിയോ എന്നുള്ളൊരു പേര് ചൂസ് ചെയ്യാൻ കാരണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പേര് ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പേരായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറേ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ഡിഫറൻസ്, ഞങ്ങൾ എത്നിക്കും വെസ്റ്റേണും ഒരുപോലെ തന്നെ ബാലൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ട്രഡീഷണൽ പേര് എടുക്കണ്ട, അത് കംപ്ലീറ്റ്ലി ഒരു എത്നിക് ഒരു ട്രഡീഷണൽ മൂഡിലേക്ക് പോകണ്ട, ആൾക്കാർക്ക് അങ്ങനെ കൺവേ ചെയ്യേണ്ട, രണ്ടിനും നിൽക്കുന്ന ഒരു പേരായിരിക്കണം. ഒപ്പം തന്നെ അത് സോൾട്ട് എന്നുള്ള പോലെ ഒരു സിമ്പിൾ, പെട്ടെന്ന് പറയാൻ എളുപ്പം. പിന്നെ ഞങ്ങളുടെ ഡിസൈൻസും സോൾട്ട് പോലെയാണ്, ഒരുപാട് ലൗഡല്ല. ഞങ്ങൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ പാറ്റേൺസ് ആണെങ്കിലും അതിൽ വരുന്ന ഹാൻഡ് വർക്ക്സ് ആണെങ്കിലും ഒക്കെ എല്ലാം ഒരു ആസ്തറ്റിക് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞങ്ങളുടെ ഒരു സോൾട്ടിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം ആസ് സോൾട്ട് എല്ലാം സിമ്പിൾ ബട്ട് എലഗൻറ്റ്, അങ്ങനെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സോൾട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും യുണീക്കായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിച്ചത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരുപാട് ടെക്സ്റ്റൈൽസ് ഡിസൈനർ ബുട്ടീക്സ് ഒക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് വേറിട്ട് നിൽക്കാം എന്നാണ് ആലോചിച്ചത് തുടങ്ങുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങളിവിടെ ഓരോ സീസണിലും ഒരു 3-4 തീംസ് സെലക്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് ആണ് ഇവിടുത്തെ ഗ്രൂപ്പ് ഓഫ് ഡിസൈനേഴ്സ് ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്യണത്. അപ്പോൾ ആ ഒരു തീമിൽ യൂസ് ചെയ്യുന്ന കളേഴ്സും ആ തീമിന് യൂസ് ചെയ്യുന്ന കട്ട്സും പാറ്റേൺസും ഒക്കെയാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യണത്. അപ്പോൾ ആ ഒരു കളക്ഷനിൽ ഒരു പക്ഷേ സാരി ഉണ്ടാവും, ഒപ്പം അനാർക്കലി ഉണ്ടാവും, സ്കേർട്ട് ഉണ്ടാവും, ജാക്കറ്റ് ഉണ്ടാവും, ടോപ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ആ ഒരു തീമിൽ ആ ഒരു കളക്ഷനിലെല്ലാം തന്നെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഡിസൈൻസും ഭയങ്കര കസ്റ്റമറിന് അതൊരു യുണീക്നെസ് കൊണ്ടുവരാനുള്ള രീതിയിൽ ഞങ്ങൾ പാറ്റേൺസിലൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട്, ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. മാത്രമല്ല മാക്സിമം ഒരു ഡിസൈൻ ഒരു പാറ്റേൺ ഒന്നോ തന്നെയോ രണ്ടോ മാക്സിമം ചെയ്യാറുള്ളൂ. അപ്പോൾ അവർക്കും ആ ഒരു ഇവിടെ വരുമ്പോഴും അവർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അവരിപ്പോൾ വെയർ ചെയ്ത് പോകുമ്പോഴും അവരുടെ ആഗ്രഹം അനുസരിച്ച് തന്നെ ഇപ്പോൾ ഒരു ഡിസൈനർ വെയർ എന്നുള്ളത് പോലെ തന്നെ അവർ വെയർ ചെയ്യണത് അവർക്കൊരു യുണീക്ക് പീസായിട്ട് തന്നെയാണ് കിട്ടുന്നത്.
ആസ് എ ഡിസൈനർ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ, അത് ഡിസൈനിങ് പഠിച്ചത് കൊണ്ടുകൂടെ എനിക്ക് ഒരുപാട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇതിൽ ഇൻ ഹൗസ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ മാറ്റം വരുത്തണം എന്നുള്ളത് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മാനേജ് ചെയ്യാനും അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കസ്റ്റമർ ഫീഡ്ബാക്സിനനുസരിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചേഞ്ചസ് വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി തന്നെ ചെയ്യാറുണ്ട്. എസ്പെഷ്യലി കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പുതിയ കളക്ഷൻസും പുതിയ ഡിസൈൻസും ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്യണതും. സോൾട്ട് ലോഞ്ച് ചെയ്യാനൊക്കെ മുന്നേ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 1 year മുന്നേ തന്നെ ഞങ്ങൾ ഇതിൻ്റെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ വേറൊരു സ്പേസ് എടുത്ത് അവിടെ ഞങ്ങളുടെ കളക്ഷൻസും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് നല്ലൊരു ഹ്യൂജ് സ്റ്റോക്ക് തന്നെ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി ബിഫോർ ദ ഓപ്പണിംഗ്. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് കസ്റ്റമേഴ്സിനും എല്ലാവരും പറഞ്ഞു ഒരുപാട് നല്ല വെറൈറ്റീസും ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേൺസും കളർ കോമ്പിനേഷൻസും ഒക്കെ കണ്ടു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 1 year വർക്ക് ചെയ്തത് അതിന് മുന്നേ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു എല്ലാ വുമൻസിൻ്റെ ഉള്ളിലും എല്ലാ ലേഡീസിൻ്റെ ഉള്ളിലും ഒരു പവറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുക, എല്ലാവരുടെ വിഷന് വേണ്ടിയിട്ടും അത് വർക്ക് ചെയ്യാൻ അത് സാധിക്കും. എല്ലാവരുടെ ഡ്രീം അത് ഫോളോ ചെയ്യുക. അല്ലാതെ വെറുതെ ഇരുന്ന് അയ്യോ എനിക്കത് പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട. ഡെഫിനറ്റ്ലി അത് എല്ലാവർക്കും പറ്റും. ഞാൻ തന്നെ അത് സ്വയം എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ പിന്നെ യു ക്യാൻ ക്യാച്ച് യുവർ ഡ്രീം. പുട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. എന്നാൽ വീട്ടമ്മമാർ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതി, അയ്യോ അമ്മ ഇന്നും പുട്ടോ എന്നൊരു പരാതി വരുന്നു. അപ്പോൾ അതൊന്നും മാറാൻ വേണ്ടിയിട്ട്, അതൊന്നും മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഈ പൊടി, അതായത് അരിപ്പൊടി അല്ലെങ്കിൽ റവപ്പൊടി ഒന്ന് മാറ്റി വെച്ചിട്ട് ഓട്സ് എടുത്ത് അതിന് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങാപ്പീരയിൽ നന്നായിട്ട് ഒരു മിശ്രിതം തയ്യാറാക്കി പുട്ടുകുറ്റിയിൽ വെച്ച് 2 ലെയർ തയ്യാറാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഡേറ്റ്സും കൂടെ അരിഞ്ഞിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. കൂടാതെ ഇത് വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇനി നമുക്ക് ചന്ദ്രലേഖയിൽ കാണാം ഒരു കുക്കറി സെഗ്മെൻറ്റ്.
നമസ്കാരം. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാറ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മധുരക്കിഴങ്ങ് ചെത്തിയിട്ട് തൊലി ചെത്തിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. കുരുമുളക് പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ ഇത് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ വേണം. അപ്പോൾ നമുക്ക് ഈ മധുരക്കിഴങ്ങ് എസ്പെഷ്യലി തൊലി ചെത്തിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കറുത്തു പോകും. ഉരുളക്കിഴങ്ങും അതുപോലെയാണ്, പക്ഷേ മധുരക്കിഴങ്ങ് പെട്ടെന്ന് കറുത്തു പോകും. അപ്പോൾ നമ്മളത് തൊലി ചെത്തിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അരിയാന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് മുറിക്കുന്നതിലും കുറച്ചുകൂടെ ഒരു കട്ടിയുള്ള കിഴങ്ങാണ് മധുരക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇത് കുറച്ചൊരു ടഫായിട്ടുള്ളതാണ്. ഇതും അരിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങാകുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് നേരിട്ട് വറുക്കാറാണ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആയതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള കിഴങ്ങാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമ്മൾ ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ട്, അതായത് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഇട്ടെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. ഇത് മുങ്ങിക്കിടക്കത്തക്ക വെള്ളം ഇട്ടാൽ മതി, അങ്ങനെ അളവൊന്നുമില്ല. വെള്ളം തിളച്ച് കഴിയുമ്പോൾ വേണം ഈ അരിഞ്ഞു വെച്ച മധുരക്കിഴങ്ങ് അതിലോട്ട് ഇടാൻ. ഇതിലോട്ട് കോരിയിടാം. ഇതിലിട്ട് വെള്ളത്തിലിട്ട് അധികം വേവിക്കാനല്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ. അധികം വെന്ത് ഇതാവരുത്. ഒന്ന് ഇതിട്ട് കഴിഞ്ഞ് വീണ്ടും ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഓഫ് ചെയ്യണം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടു. ഇനി തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ അടച്ച് വെക്കേണ്ട, അപ്പോൾ അധികം വെന്തു പോകും. ഇത് ജസ്റ്റ് ഒന്ന് ഇനി തിളയ്ക്കുമ്പോഴേക്കും ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്യാം. കഷ്ണങ്ങളിട്ടിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത്രയും സോഫ്റ്റ് ആയാൽ മതി. അത് ഇപ്പോൾ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. സോഫ്റ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വെന്തതല്ല, ഒരു അതിൻ്റെ എന്താ പറയുക, ഇനിയിപ്പോൾ എണ്ണയിലിടുമ്പോൾ അത് നല്ല ഒന്നുകൂടെ വറുത്ത് വരും. അപ്പോൾ ആ വറുത്ത് വരുമ്പോൾ പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റും ആവാനാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ ചെയ്യണത്. ഈ മധുരക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ, ഉരുളക്കിഴങ്ങിനേലും കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഇത് ഫ്രൈ ചെയ്ത് എടുക്കാൻ ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ, നമുക്ക് എങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് ഉള്ളവർ അവർക്ക് പറഞ്ഞ എണ്ണ, റൈസ് ബ്രാൻ ഓയിലോ, ഏതിൽ വേണമെങ്കിലും ഇത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഈ വെള്ളം മുഴുവൻ അതിൽ നിന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനി വറുത്തെടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 3-4 ഉരുളക്കിഴങ്ങ് എടുത്ത് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എടുത്ത് സ്ട്രിപ്സായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്ത ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാണ്. പക്ഷേ എല്ലാവർക്കും കടയിൽ പോയി കഴിക്കാനാണ് വളരെ ആഗ്രഹവും. പിള്ളേർക്കായാലും അവരെ വിചാരം അത് കടയിൽ മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ആണെന്നാണ്. ഇത് ഓഫ് കോഴ്സ് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഇപ്പോൾ റെഡി ടു ഫ്രൈ കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്രയും രുചി അതിനുണ്ടാവുമോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. നമ്മളുണ്ടാക്കുന്നതിന് ഉള്ള രുചി വേറെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ടെടുത്തുകൊണ്ട് ഒരു
1/4 ഡൺ ആണ്. അപ്പോൾ ഇനി ഈ എണ്ണയിൽ കിടന്ന് അതൊന്ന് നല്ല ക്രിസ്പായി കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയി. ഇനി അതിനുള്ള സീസണിങ് അത് ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മുടെ മധുരക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് ലാസ്റ്റ് സീസണിങ് മാത്രമേ ബാക്കിയുള്ളൂ. ഇത് നമുക്കിനി വറുത്തത് കോരിയെടുത്ത് എണ്ണ വാലാൻ വെക്കാം. ഇതിപ്പോൾ അകം നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പിയും ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ എരിവൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാം. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇനിയൊരു ചെറിയ മധുരം കൂടെ ഉള്ളതുകൊണ്ട് ഇനി നമുക്ക് മുതിർന്നവർക്ക് ഞാൻ അതിൻ്റെ സീസണിങ് പറഞ്ഞുതരാം. നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് എണ്ണ ഒന്ന് ഡ്രിപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് അതിന് ഓൾറെഡി ഉപ്പുണ്ട്. ഇനി അതിനുള്ള ഞാൻ ഇന്ന് കുരുമുളക് പൊടി ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം കുരുമുളക് പൊടി ഇടാം. ഇതിൻ്റെ വേരിയേഷനായിട്ട് ചാട്ട് മസാല ഇട്ടാൽ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റായി. പിന്നെ അതും ഇല്ലെങ്കിൽ മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ടാൽ അത് വേറൊരു ടേസ്റ്റായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓരോ ദിവസം മാറി മാറി ഇതേ പ്രൊസീജിയർ ഉരുളക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസിനും ഉപയോഗിക്കാം. പെപ്പർ ഇടാം, ഒരു ദിവസം ചാട്ട് മസാല ഇടാം. പിന്നെ കുറേ ഫ്ലേവറിങ് ഇപ്പോൾ നമ്മുടെ മാഗിയുടെ ടേസ്റ്റ് മേക്കർ ഉണ്ട്, അതായാലും ഇട്ടാലും അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ കുരുമുളക് പൊടി ശകലം ഒരു നുള്ളെടുത്തിട്ട് നന്നായിട്ട് അതിൽ ഇട്ടിട്ടൊന്ന് ചൂടോടെ ഒന്ന് ഇതാക്കി കൊടുത്താൽ അതെല്ലായിടത്തും സ്പ്രെഡായിട്ട് ഒരു പെപ്പറിൻ്റെ ഫ്ലേവർ കിട്ടും. കുറച്ചുകൂടി ഇനി എരിവ് കൂടുതൽ വേണ്ടിയവർ കൂടുതൽ ചേർക്കാം. ഇത് വളരെ എളുപ്പത്തിൽ കണ്ടില്ലേ, ജസ്റ്റ് നുറുക്കി തിളച്ച വെള്ളത്തിൽ ഇട്ടെടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്ത് കുരുമുളക് ഇട്ടാൽ ഇത് പറഞ്ഞു വേണ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇതിൻ്റെ കൂടെ കംപ്ലിമെൻ്റായിട്ട് സോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ മധുരക്കിഴങ്ങിൻ്റെ സീസണാണ്. അപ്പോൾ അടുത്ത് തന്നെ ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ പോവുക, മേടിക്കുക. വൈകുന്നേരം സ്നാക്കായിട്ട് മധുരക്കിഴങ്ങ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി അതിൻ്റെ ആ വ്യത്യസ്തമായ ടേസ്റ്റ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. എക്സ്പേർട്സ് പറയുന്നത് നമ്മൾ സ്ത്രീകൾ 30s ബിഗിനിങ്ങിൽ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നാണ്. ഇപ്പോൾ കഴിക്കുന്ന ആ കാൽഷ്യം റിച്ച് ഫുഡ് ഡെപ്പോസിറ്റ് ചെയ്ത കാൽഷ്യം നമുക്കൊരു 50s ഒക്കെ ആകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. സോ നമ്മൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് വളരെ ഫലപ്രദമായിട്ടൊരു സെഗ്മെൻറ്റാണ് ഡോക്ടർ സെഗ്മെൻറ്റ്. സ്ത്രീകളിലെ അമിതവണ്ണം സൗന്ദര്യത്തെ മാത്രമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. പൊണ്ണത്തടി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷേർലി മാത്തൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടറോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഒരാൾക്ക് ഇപ്പോൾ പൊണ്ണത്തടി ഉണ്ടെന്ന് ഏകദേശം കാണുമ്പോൾ ഏകദേശം വ്യക്തമാണെങ്കിൽ പോലും പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, കാണുന്നതിനേക്കാൾ അപ്പുറം വയറ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വളരെയധികം കൊഴുപ്പ് അടിഞ്ഞുകൂടിയാണ് ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക?
അത് നമ്മുടെ സ്ത്രീകളിലുള്ള സംശയമാണ്, എനിക്ക് പൊണ്ണത്തടിയാണോ, എനിക്ക് അമിതവണ്ണമാണോ. അതൊരു 1-2 ചെറിയ സിമ്പിൾ കാൽക്കുലേഷൻ വഴി എല്ലാവർക്കും കൺഫേം ചെയ്യാവുന്നതാണ്. അതിന് ഒന്നാമതായിട്ട് എനിക്ക് പറയാവുന്നത്, നമ്മുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഒരു 155 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ലേഡി, അവർ ആ 155 105 സബ്ട്രാക്ട് ചെയ്യുക, അപ്പോൾ 50 കിട്ടുന്നു. അപ്പോൾ അവരുടെ ഹൈറ്റിന് 50 കിലോ ആണ് ഉചിതമായ വെയിറ്റ്. അപ്പോൾ അവർക്ക് തന്നെ ജഡ്ജ് ചെയ്യാം അവരുടെ വെയിറ്റ് ഐഡിയൽ വെയിറ്റ് ആണോ അതോ അമിതവണ്ണമാണോ എന്ന് ജഡ്ജ് ചെയ്യാം. പിന്നെയും വേറെ 1-2 മാർഗങ്ങൾ കൂടിയുണ്ട്. രണ്ടാമതായിട്ട് ബോഡി മാസ് ഇൻഡെക്സ്, അത് നമ്മുടെ സ്റ്റാൻഡേർഡൈസ്ഡ് ഒരു മെഷർമെൻ്റ് ആണ്. ഇതിൽ വെയിറ്റ് ഇൻ കിലോഗ്രാംസ് കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മുടെ ഹൈറ്റ്, ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ 155 എന്നുള്ളത് അത് 1.5 മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ആ റേഷ്യോ ആണ് നമ്മൾ പിന്നെ നോക്കുന്നത്. അപ്പം 25 എന്നുള്ള ആ റേഷ്യോ ആണ് ഐഡിയൽ ബോഡി വെയ്റ്റ്. അപ്പം 25 to 30 നമ്മൾ ഒരു ഓവർ വെയ്റ്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നു. മോർ ദാൻ 30 ഈസ് കൺസിഡർ അമിതവണ്ണമായിട്ട്, ഓവർ വെയ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഒരു മാർഗം നമ്മുടെ പൊണ്ണത്തടി ഉള്ളവരിൽ നമ്മുടെ ഷേപ്പാണ്. ഐഡിയൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പെയർ ഷേപ്ഡ് ആണ് ബോഡി, അതായത് വേസ്റ്റ് ഒതുങ്ങിയതും ഹിപ്പ് കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ളൂ. അതാണ് ഐഡിയലായിട്ടുള്ള നമ്മുടെ ബോഡി ഷേപ്പ്. ചില പൊണ്ണത്തടി ഉള്ളവരിൽ അത് ആപ്പിൾ ഷേപ്പായി മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പ് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് പുക്കിളിൻ്റെ അവിടെ അല്ല അംബ്ലിക്കസിൻ്റെ അവിടെ സർക്കംഫറൻസ് മെഷർ ചെയ്യുക, എന്നിട്ട് ഹിപ്പിൻ്റെ അവിടെ മെഷർ ചെയ്യുക. അത് വേസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ്, അതും ഒരു ഇൻഡെക്സ് ആണ്. 0.9 ആണ് ഐഡിയൽ ആയിട്ടുള്ളത്. സോ അത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ദെൻ യു നോ യു ആർ ആപ്പിൾ ഷേപ്ഡ്. സോ ഈ ടെസ്റ്റുകളെല്ലാം നമ്മളെ പൊണ്ണത്തടി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ഒന്ന് സ്വയം ജഡ്ജ് ചെയ്യാനായിട്ട് സഹായിക്കും. ഡോക്ടർ, പല സ്ത്രീകളും പറയുന്ന അല്ലെങ്കിൽ വീട്ടമ്മമാർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല, അടുക്കളയിൽ തന്നെ ഒരുപാട് ജോലിയുണ്ട്, അവിടെ തന്നെ ഓടി നടന്ന് ശരിയായ വ്യായാമം കിട്ടുന്നുണ്ടെന്ന്. അത് എത്രമാത്രം ശരിയാണ്? എൻ്റെ അടുത്ത് പല പേഷ്യൻസും വന്ന് ഇതേ സംഗതി പറയാറുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നെന്ന്. അവരോട് എനിക്ക് പറയാനുള്ള, അവരുടെ വീട്ടുജോലി ഒരു വ്യായാമമായി കരുതരുതെന്നാണ്. അവർ ശരിക്കുള്ള എക്സസൈസിനുള്ള സമയം തന്നെ കണ്ടെത്തണം. അവർക്ക് പുറത്ത് പോയി നടക്കാൻ പോകാനും ഒക്കെ സമയമില്ലെങ്കിൽ അവരുടെ വീടിനകത്ത് തന്നെ ഒരു അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ ബ്രിസ്ക് വാക്കിംഗ് നടത്താവുന്നതാണ്. അല്ലാതെ വീട്ടുജോലി ചെയ്യുന്നതിന് അതെന്ന് വെച്ചാൽ കുറച്ച് സമയം ജോലി ചെയ്യുന്നു പിന്നില്ല, അത് നമ്മുടെ ഓൺ പേസാണ് നമ്മൾ ചെയ്യുന്നത്. അതൊരു എക്സസൈസായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ശരിക്കും ഒരു ദിവസം എത്ര സമയം ശരിക്കും നടക്കണം എന്നാണ് പറയുന്നത്? സമയം അനുവദിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ നടക്കുന്നത് നല്ലതല്ല. ഡോക്ടർ, അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പൊണ്ണത്തടി. അത് ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ശരീരം ആരോഗ്യം നന്നായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൊണ്ണത്തടി വരുത്തുന്ന പല അസുഖങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ വളരെയധികം വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. ഇത്രയും സമയം ഞങ്ങൾക്കായി ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഇനി പുതിയൊരു അധ്യായത്തിൽ കാണാം.